അപ്പോഴൊന്ന് ഓണം തുടങ്ങി 4-ാം ദിവസം വിശാഖപ്പൂക്കളം. അപ്പോൾ അതുപോലെ വെളുപ്പിനെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി തലേദിവസത്തെ പൂവൊക്കെ മാറ്റി നിലത്ത് ചാണകവും മെഴുകി പൂടാൻ ആരംഭിച്ചു. പൂവൊക്കെ നേരത്തെ പറിച്ചുകൊണ്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ കുടയൊക്കെ ചൂടി നടന്നാണ് പൂവെല്ലാം പറിച്ചത്. ആ കാണുന്ന ഇളം വയലറ്റ് നിറമുള്ള പൂവും കോളാമ്പി പൂവുമൊക്കെ അടുത്ത വീടിൻ്റെ മതിലിന് വെളിയിൽ നിന്ന് കയ്യെത്തി പറിച്ചതാണ്. ഓണക്കാലമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആദ്യം തുളസിയില വെച്ചു, അതിന് മുകളിൽ തുമ്പപ്പൂ വെച്ചു, പിന്നീട് വെള്ളപുഷ്പങ്ങൾ വെച്ചു, അതിനുശേഷം മഞ്ഞ നിറമുള്ള പൂവും വെച്ചു. അതിനും ശേഷം ഇതൊട്ട് നമുക്ക് ഏത് നിറമുള്ള പൂവും കളത്തിൽ വെക്കാം. പക്ഷേ ഇന്ന് 4-ാം ദിവസമാകിയാൽ 4 കളമേ പാടുള്ളൂ എന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് 2 കുടയാണ് കുത്തിയിരിക്കുന്നത്. കാരണം കൂടുതൽ കുടയൊക്കെ കുത്തിയാൽ പോകെ പൂവൊക്കെ കുറവല്ലേ, അപ്പോൾ കൂടുതൽ കുടകൾ കുത്തേണ്ടി വരും. അങ്ങനെ 4 വരിയിലുള്ള വിശാഖപ്പൂക്കളം തയ്യാറായി. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. തിരുവോണ സദ്യയ്ക്ക് ആവശ്യമായ അച്ചാറുകളൊക്കെ ഇന്നാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് വിശാഖപ്പൂക്കളം?